നമ്മുടെ ഇന്നത്തെ കഥ ഒരു അൺകംപ്ലീറ്റഡ് സ്റ്റോറിയാണ്. അതായത് ഈ സിനിമയുടെ വേറൊരു പാർട്ടും കൂടെ വരാനുണ്ട്. ഇപ്പോൾ ഒരൊറ്റ പാർട്ട് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഇതൊരു അൺകംപ്ലീറ്റഡ് സ്റ്റോറിയാണ്. സോ ഈ ഒരു കഥ ഒരാരംഭം മാത്രമാണ്. ആംസ്റ്റർഡാമിലെ കനാലിനകത്ത് കുറച്ച് കൊലപാതകങ്ങൾ നടക്കുന്നു. അതും ഒന്നും രണ്ടൊന്നുമില്ല, ഏകദേശം 7 വിക്ടിംസാണ് മരിക്കുന്നത്. എന്നാൽ ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു കേസ് 30 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് അന്വേഷിക്കാൻ വരുന്ന 2 പോലീസുകാർ. ഇത്ര മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. ഇതൊരു ഗംഭീര ട്വിസ്റ്റുള്ള മാരക സിനിമയൊന്നും ഇല്ലാട്ടാ. പക്ഷെ എന്നാലും കൊള്ളാം, കണ്ടിരിക്കാൻ നല്ലൊരു രസമുണ്ട്. നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു ത്രില്ലറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അധികം എക്സ്പെക്റ്റേഷൻസ് വെക്കാണ്ട് നിങ്ങൾ ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ത്രില്ലറാണ് കിട്ടുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. ആംസ്റ്റർഡാമിലെ ശാന്തമായിട്ടുള്ളൊരു രാത്രി. ആ രാത്രി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് ജാക്ക് ആൻഡ് റോസ്. അങ്ങനെ അവിടെയുള്ള കനാലിലൂടെ ചിരിച്ച് കളിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു കനാലാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ കുറേ പാലങ്ങളുണ്ട്. അങ്ങനെ അവരൊരു പാലത്തിൻ്റെ അടിയിലെത്തി. ഈ പാലത്തിനാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നാട് കാണാൻ വരുന്ന ഓരോ കപ്പിൾസും ഈ പാലത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് കിസ് ചെയ്യാറ്. ഇത് കാലങ്ങളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെല്ലാം ഭംഗിയായിട്ട് പോകുമ്പോഴാണ് ബോട്ട് ഓടിക്കുന്ന ആളെ പെട്ടെന്ന് അങ്ങ് കാണാണ്ടാവുന്നത്. ഇത് കണ്ടേക്ക് ജാക്ക് റോസും ആണെങ്കിൽ ടെൻഷനാവാൻ തുടങ്ങുന്നു. വെള്ളത്തിൻ്റെ നടുവിൽ വെച്ചാണ് അയാളെ കാണാണ്ടായിരിക്കുന്നത്. ഇവരാ ബോട്ടിന് ചുറ്റും നോക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. പെട്ടെന്നാണ് ഇവരുടെ ബോട്ടിനെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്തോ വലിച്ചുകൊണ്ട് പോകുന്നത്. അതും ഭയങ്കര ശക്തമായിട്ട്. വലിച്ചുകൊണ്ട് പോകാമെന്ന് മാത്രമല്ല, ജാക്കിനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ട് റോസ് ആണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പ്രത്യേകതരം കത്തി കൊണ്ട് ബോട്ടിൻ്റെ അടിയിലായിട്ട് കുത്താൻ ആരംഭിക്കുന്നത്. അതോടുകൂടെ ബോട്ടിനകത്തോട്ട് വെള്ളം കയറുന്നു. ബോട്ട് അങ്ങ് മുങ്ങാൻ ആരംഭിക്കുന്നു. റോസ് ആണെങ്കിൽ വേഗം തന്നെ ഒരു പൈപ്പിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കുന്നു. എന്നാൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പെട്ടെന്നാണ് ഒരു കറുത്ത കൈ വന്ന് വെള്ളത്തിൻ്റെ അടിയിലോട്ട് അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നത്. അതും വല്ലാത്തൊരു ഭീകര രൂപമായിരുന്നു ആ കൈയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ജാക്കും റോസും കാണാണ്ടായ അതേ പാലത്തിൻ്റെ അടുത്തോട്ട് ഒരു കൂട്ടം ടൂറിസ്റ്റ് വരുന്നു. അവരെല്ലാവരും കൂടെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ പാലത്തിൻ്റെ അടിയിലൂടെ ചെറിയൊരു പെഡൽ ബോട്ട് വരുന്നത്. എന്നാൽ അതിനകത്തുണ്ട് മേല് മുഴുവൻ വെട്ടുകൊണ്ട നഗ്നമായിട്ടുള്ള ജാക്കിൻ്റെയും റോസിൻ്റെയും ശവശരീരങ്ങൾ. അതെല്ലാം കണ്ട് ടൂറിസ്റ്റുകളാണെങ്കിൽ പേടിച്ച് വിറച്ച് അലറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു മാരക കാഴ്ചയാണ് നേരിട്ട് കാണുന്നത്. പെട്ടെന്നാണ് ആ പെഡൽ ബോട്ടിന് അങ്ങ് തീപിടിക്കുന്നത്. അങ്ങനെ പോലീസുകാരെത്തി അന്വേഷണം ആരംഭിച്ചു. ഇവളാണ് താര, കേസിൻ്റെ ഇൻചാർജ്. കുഴപ്പം പിടിച്ച് ഏതൊരു കേസാണേലും ശരി പുള്ളിക്കാരത്തി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഈ താര ബോഡീസ് എല്ലാം എക്സാമിൻ ചെയ്യുന്നു. അതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കഴുത്തിൻ്റെ മേളിലുള്ള ആഴത്തിലുള്ള മുറിവാണ് 2 പേരുടെയും മരണകാരണം. അതൊന്നും പോരാണ്ട് മേല് മുഴുവൻ കത്തി കൊണ്ട് വരഞ്ഞ പാടുകളുണ്ട്. പിന്നെ ഈ പെഡൽ ബോട്ട് ഒരു റെൻ്റൽ ബോട്ട് സർവീസിൽ നിന്ന് ഇന്നലെ രാത്രി മോഷണം പോയിട്ടുള്ള ബോട്ടാണ്. പിന്നെ ഈ ബോട്ടിലോട്ടാണെങ്കിൽ ഇവരെ കെട്ടിയിട്ടിട്ടുമില്ല. സോ കൊന്നതിന് ശേഷം ബോട്ടിൽ കയറ്റി ജനങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു. വിച്ച് മീൻസ് കൊലയാളി ആരാണേലും ശരി, ഓഡിയൻസിൻ്റെ പ്രസൻസ് അയാൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്കും റോസും സഞ്ചരിച്ച ബോട്ട് കണ്ടെത്തുന്നത്. അതിനകത്തുണ്ട് അവരുടെ പേഴ്സ്, ഫോണ്, അങ്ങനെ സകലതും. അങ്ങനെ ഈ സമയത്താണ് ബോട്ടിൻ്റെ ഓണർ അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് ആ ബോട്ടിനൊരു ഡ്രൈവർ ഉണ്ടായിരുന്നുവെന്ന് താരം മനസ്സിലാക്കുന്നത്. എന്നാൽ 2 മൃതദേഹം മാത്രമേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ഈ ബോട്ട് ഓടിച്ച ആളുടെ പേരാണ് ഫ്ലോറിസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനാലിൻ്റെ മറ്റൊരു സൈഡ് കാണിക്കുന്നത്. അവിടെ മീൻ പിടിക്കാനായിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് അവരങ്ങ് കാണുന്നത്. ഉടല് മുഴുവൻ വെട്ടിക്കൂട്ടി കഷ്ണങ്ങളായിട്ട് ഫ്ലോറിസിനെ കിട്ടുന്നു. ഇതെല്ലാം കണ്ട് നാട്ടുകാരാണെങ്കിൽ പേടിച്ചലറുകയാണ്. അങ്ങനെ താര കേസിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ചീഫിനോട് പറയുന്നു. സർ, കനാലിൻ്റെ സൈഡിലുള്ള മുഴുവൻ CCTVയും പരിശോധിക്കുന്നുണ്ട്. ഒരു അമേരിക്കൻ കപ്പിളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പോലീസുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നുറപ്പാ, കൊന്നത് ആരാണേലും ശരി അവർ ഓഡിയൻസിൻ്റെ പ്രസൻസ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. സാറേ, പിന്നെ മറ്റൊരു സംശയമുണ്ട്. ഒരേ സമയം 3 ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അത്രയും പേര് ഒറ്റയ്ക്ക് തീർക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. സോ കില്ലറിൻ്റെ കൂടെ മറ്റാരോ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം കണ്ട് നാട്ടുകാരാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. കനാലിലെന്തോ ഭൂതമുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അമാനുഷിക ശക്തിയായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്. ഇവിടെ ചീഫാണെങ്കിൽ വല്ലാതെ അസ്വസ്ഥനാണ്. പുള്ളിക്കാരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. താര, തൽക്കാലം നമുക്ക് ഈ കനാലൊന്ന് അടച്ചാലോ? ഇത് കേട്ടേക്ക് താര അങ്ങ് എതിർക്കുന്നു. 165 കനാലുണ്ട്, അതെല്ലാം പൂട്ടാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഇതെല്ലാം പറയുന്നതിൻ്റെ ഇടയിലാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. സോ താര നേരെ അങ്ങോട്ട് പോകുന്നു. പക്ഷെ ചീഫിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ആ ഭയം. ഭയം മാത്രമല്ല, അയാൾക്ക് എന്തൊക്കെയോ അറിയുന്നത് പോലെ. പിന്നെ പോരാത്തതിന് മേശപ്പുറത്ത് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫയലും ഉണ്ട്. അങ്ങനെ താര ഓട്ടോപ്സി റിപ്പോർട്ട് വാങ്ങുന്നു.
ഡോക്ടർ പറയുന്ന അനുസരിച്ച് 40 സെന്റിമീറ്റർ നീളം വരുന്ന ഒരു കത്തി കൊണ്ടാണ് ഇവരുടെ മേൽ മുറിവേൽപ്പിച്ചിട്ടുള്ളത്. അതും ഏകദേശം 20 തവണ കുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പറഞ്ഞ കത്തി ഈ ഡൈവേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന കത്തിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ കില്ലർ ഒരു ഡൈവറാകാം. പക്ഷെ ഇപ്പോഴും ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഒരു പെഡൽ ബോട്ട് അങ്ങനെ വെറുതെ തീപിടിക്കത്തില്ല. അതിനർത്ഥം ആരോ കത്തിച്ചതാണ്. പക്ഷെ എങ്ങനെ? അത് മാത്രമല്ല, മരിച്ച കപ്പിൾസിന്റെ ഫുൾ ചരിത്രം അനുസരിച്ച് ഇതൊരു അവിഹിത ബന്ധമാണ്. സോ ഒരു ഫാമിലി ഡ്രാമയുടെ പേരിൽ മരിച്ച ആളുടെ വൈഫ് നടത്തിയ മേർഡർ ആകാം എന്നാണ് താരയുടെ അസിസ്റ്റന്റ് പറയുന്നത്. എന്നാൽ ഇതൊരു ഫാമിലി ഡ്രാമയായിരുന്നെങ്കിൽ ആരും അറിയാണ്ട് കാര്യം തീർത്ത് പോയാൽ പോരെ? എന്തിനാണ് ഇത്രയും വലിയ ഓഡിയൻസിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ബോട്ട് ഓടിച്ച ആളെ എന്തിനു കൊല്ലണം? ചുരുക്കി പറഞ്ഞ ഇതൊരു ഫാമിലി ഡ്രാമയല്ല. അങ്ങനെ രാത്രിയായി. LGBTQ സംഘടനയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ബാറുണ്ട്. ആ ബാറിലെ മെയിൻ പാട്ടുകാരിയാണ് ട്രാൻസ് ആയ ഡോളി. അങ്ങനെ ഡോളി അന്നത്തെ പെർഫോമൻസും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ആ സമയത്താണ് കനാലിനകത്തുനിന്ന് എന്തോ ശബ്ദം വരുന്നത്. ശബ്ദം വരാമെന്ന് മാത്രമല്ല, ഒരു രൂപം അവളെ ഫോളോ ചെയ്യുന്നു. കാണാൻ ഏറെക്കുറെ മനുഷ്യൻ തന്നെയാണ്. പെട്ടെന്നാണ് ഈ രൂപം ഡോളിയുടെ അടുത്തോട്ടങ്ങ് വരുന്നത്. അങ്ങനെ രാവിലെയായി. താരക്കൊരു കോള് വരുന്നു. കനാലിന്റെ സൈഡിലായിട്ട് അടുത്ത മൃതദേഹം കണ്ടെത്തി. അതും സാക്ഷാൽ ഡോളിയുടെ. എന്നാൽ അവളുടെ ബോഡി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു കപ്പലിന്റെ ആങ്കറിന്റെ മേളിൽ കുത്തി വെച്ചിരിക്കുകയാണ് ഡോളീനെ. മേല് മുഴുവൻ കത്തി കൊണ്ട് വരഞ്ഞ പാടുകളുണ്ട്. എന്നാൽ വെറും വരയിലല്ല, അവളുടെ കൊടലടക്കം പുറത്തു വന്നിരിക്കുന്നു. ബ്രൂട്ടാലിറ്റി കൂടുതലാണേലും മരണകാരണം കഴിഞ്ഞ മേർഡർ പോലെ തന്നെയാണ്. വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. ലങ്സിനകത്ത് വെള്ളമുണ്ട്. മേല് വരഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഡൈവർമാർ യൂസ് ചെയ്യുന്ന കത്തി കൊണ്ടും. സോ പുതുതായിട്ട് ഒന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കേണ്ട താര. അപ്പോഴാണ് ചീഫ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. താര, എനിക്ക് പേടിയാവുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സെയിം അവസ്ഥയിൽ ഞാനും നിന്നിട്ടുണ്ട്. അതും ഈ കനാല് കാരണം. ഈ കനാലിൽ കണ്ടെത്തിയിട്ടുള്ള ഡെഡ് ബോഡികൾ കാരണം. അതെല്ലാം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിച്ച് മീൻസ് ഇതിനോട് സാമ്യമായിട്ടുള്ള മറ്റൊരു കേസ് 30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റിട്ടയർഡ് പോലീസുകാരനെ കാണിക്കുന്നത്. എറിക്. തൻ്റെ ജോലിയോട് 100% നീതി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എറിക്. നേരത്തെ പറഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസ് അന്വേഷിച്ചിരുന്നത് സാക്ഷാൽ എറിക് തന്നെയായിരുന്നു. അങ്ങേരാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലീഷേ റിട്ടയർമെൻറ്റ് ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ ദി എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്ന് പുള്ളിക്കാരനെ ഒന്ന് ആദരിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് എറിക് അറിയുന്നത്. അത് മാത്രമല്ല, താരയുടെ ചീഫ് എറിക്കിനെ അങ്ങ് വിളിപ്പിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പണ്ട് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. സോ ചീഫ് പറഞ്ഞ പുള്ളിക്കാരൻ വരാണ്ടിരിക്കില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരങ്ങ് നേരിട്ട് കാണുന്നു. അപ്പോഴാണ് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ചീഫ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. 30 വർഷം മുമ്പ് നടന്ന കേസിൽ 7 വിക്ടിംസാണ് ഉണ്ടായിരുന്നത്. അന്നും പ്രതി ഒരു ഡൈവറായിരുന്നു. അയാളുടെ പേരാണ് ആർമൻ സ്ലേറ്റർ. എന്നാൽ എറിക് അയാളെ പിടിക്കുന്ന സമയത്താണ് ആർമൻ അങ്ങ് സൂയിസൈഡ് ചെയ്യുന്നത്. അയാൾ നടത്തിയിരുന്ന സെയിം പാറ്റേണിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മേഡേഴ്സ് എല്ലാം. സോ ഒരു കോപ്പി ക്യാറ്റ് കില്ലർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ അവിടെയാണ് പ്രശ്നം. 30 വർഷം മുമ്പ് മരിച്ചവരുടെ DNA-യും കൊലയാളിയായ ആർമൻറ്റിന്റെ DNA-യും തമ്മിൽ ചീഫ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. അതിൽ നിന്ന് ചീഫിന് ഒരു കാര്യം മനസ്സിലായി. ആ 7 കൊലയും ചെയ്തിട്ടുള്ളത് ആർമൻ സ്ലേറ്റർ അല്ല എന്നുള്ളത്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം അന്നത്തെ കേസിൽ ആർമൻ സ്ലേറ്റർ നിരപരാധിയായിരുന്നു. അല്ല, 30 വർഷം മുമ്പുള്ള DNA എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ? എറിക്, ഇതൊരു കോപ്പി ക്യാറ്റ് കില്ലറാണ് എനിക്ക് തോന്നില്ല. ആർമൻ നിരപരാധിയായ സ്ഥിതിക്ക് 30 വർഷം മുമ്പുള്ള കൊലയാളിയും സെയിം പാറ്റേണിൽ നടത്തുന്ന ഇപ്പോഴത്തെ കൊലയാളിയും ഒരാളാവാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്തിനാണ് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ DNA. ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് അതെല്ലാം ഈസി ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ DNA ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് മരിച്ച ആർമൻ സ്ലേറ്ററിൻ്റെ മകളാണ്. അവൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. കോൾഡ് കേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് ചെക്ക് ചെയ്യാൻ പറയായിരുന്നു പുള്ളിക്കാരത്തി. സോ 30 വർഷം മുമ്പ് നടന്നിട്ടുള്ള മേഡേഴ്സിൻ്റെ പേരിലാണ് ആർമൻ സ്ലേറ്റർ എന്ന ഡൈവറിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നതും. അത് മാത്രമല്ല, 30 വർഷങ്ങൾക്ക് ഇപ്പറാണ് DNA ചെക്ക് ചെയ്യുന്നത്. അതോടുകൂടെ അയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ടെക്നോളജി ഒന്നുമില്ലല്ലോ. എന്തായാലും ഇതൊക്കെ അറിഞ്ഞ പാട് ആകെ കിളി പോയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടും കൂടെ കപ്പിൾസ് സഞ്ചരിച്ചിരുന്ന ബോട്ട് എക്സാമിൻ ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ബോട്ടിൻ്റെ അടിയിലായി കയറ് കെട്ടി വലിച്ച പാടുണ്ട്. അതായത് വെള്ളത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയല്ലോ, അതാണ് സംഭവം. ഒരു ബോട്ട് ഒരാൾ നീന്തിയിട്ട് വലിച്ചുകൊണ്ട് പോകാന്ന് പറയുന്നത് ഒട്ടും നടക്കാത്തൊരു കാര്യമാണ്. ഇതേപോലെ ലോജിക്കില്ലാത്ത പല കാര്യങ്ങളും 30 വർഷം മുമ്പ് നടന്നിട്ടുണ്ട്. അങ്ങനെ എറിക് പറയാണ്, അന്നും ഇന്നും ഇതേപോലെയുള്ള സ്ട്രെങ്ത്, ഫ്യൂറി എന്ന് വേണ്ട ഒരു സൂപ്പർ ഹ്യൂമൺ ആയിട്ടുള്ള എന്തോ ഒന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ട് താര വരുന്നത്. എറിക്ക് ഇതിനകത്ത് ഇടപെടുന്നൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് അവളുടെ കേസാണ്. അവിടെ റിട്ടയർഡായ ഒരു പോലീസുകാരന് എന്താ കാര്യം? അങ്ങനെ ചീഫ് പറയാണ്, എറിക്, താര ഒരു സൈഡിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് നിൻ്റെ എക്സ്പീരിയൻസും കൂടെ ആവശ്യമുണ്ട്. സോ രഹസ്യമായിട്ട് നീയും കൂടെ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ എറിക്ക് ചീഫിന് വേണ്ടി ആ കേസ് അങ്ങ് ഏറ്റെടുക്കുന്നു. പക്ഷെ ഇതൊന്നും താര അറിയുന്നില്ലാട്ടാ. അങ്ങനെ എറിക്ക് ആർമൻ സ്ലേറ്ററിൻ്റെ കല്ലറയിലോട്ട് പോകുന്നു.
എല്ലാ തെളിവുകളും ആർമെന്റിനെതിരായ കാരണമാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നതും. എന്നാൽ ഇപ്പോൾ ആർമെൻ സ്ലേറ്റർ എന്ന വ്യക്തി ഒരു നിരപരാധിയാണെന്ന് മനസ്സിലായി. സോ തൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ആർമെന്റിനെ കാണാൻ അയാളുടെ കല്ലറയിലോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ആ കല്ലറയുടെ മുകളിൽ ആരോ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നു. പുറം ലോകത്തിന് അയാളൊരു കൊലയാളിയാണ്. ഇത്തരം കൊലയാളിക്ക് ആരാണ് ഫ്ലവേഴ്സ് വെക്കുക? ഈ സമയത്താണ് സെമിത്തേരിയുടെ കെയർ ടേക്കർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഈ ഫ്ലവേഴ്സിനെ കുറിച്ച് അങ്ങേരോട് ചോദിക്കുന്നു. സാറേ, ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു, ഫുള്ള് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഏതോ ഒരുത്തനാണ് ഈ ഫ്ലവേഴ്സ് ഇവിടെ വെച്ച്. നല്ല മഴയായോണ്ട് തന്നെ മുഖം കണ്ടില്ല. ഈ സമയത്താണ് ഒരു ജേർണലിസ്റ്റ് അങ്ങോട്ട് വരുന്നത്. ഇയാളാണെങ്കിൽ ഒരു തലവേദനയാണ്. എന്തേലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പുള്ളിക്കാരൻ. അതിപ്പോഴും അതെ, 30 വർഷങ്ങൾക്ക് മുമ്പും അതെ. സോ ഇവർ മുമ്പേ പരിചയക്കാരാണ്. ഇയാളാണെങ്കിൽ DNA ന്യൂസ് അറിഞ്ഞിട്ടാണ് എറിക്കിനെ കാണാൻ വന്നിട്ടുള്ളത്. ഈ ന്യൂസ് എങ്ങാനും പുറത്തറിഞ്ഞാൽ എറിക്കിൻ്റെയും പോലീസുകാരുടെയും റെപ്യൂട്ടേഷൻ പോവും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ചോദ്യത്തിന് ഒന്നും ഉത്തരം കൊടുക്കാണ്ടാണ് എറിക്ക് അങ്ങ് പോകുന്നത്. അങ്ങനെ രാത്രിയായി. ദേ, ഇവനാണ് അലക്സ്. ഇവനൊരു ലോയറാണ്. അങ്ങനെ അലക്സും ഫ്രണ്ടും കൂടെ ഒരു ബാറിലോട്ട് പോകുന്നു. അവിടെ ഇരുന്ന് അർമാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീനെ കാണുന്നത്. അലക്സിനാണെങ്കിൽ അവളെ കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, ലെവളെ അങ്ങ് കറക്കിയെടുക്കുന്നു. വീട്ടിലോട്ട് പോകുന്നു. ഈ അലക്സിൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ള കനാലിൻ്റെ തൊട്ട് സൈഡിലാണ്. അങ്ങനെ കാർ എടുക്കാൻ പോകുന്ന സമയത്താണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നത്. എന്നാൽ ഇവരാണെങ്കിൽ വെള്ളമടിച്ച് ഫിറ്റാണ്. സോ യാതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, റിവേഴ്സ് എടുക്കുന്നു. പക്ഷേ ഈ കാറാണെങ്കിൽ പുറകോട്ട് പോകുന്നില്ല. എന്തോ ഒന്ന് ആ കാറിനെ ശക്തിയായിട്ട് പിടിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ആ കാർ കൊടുക്കനെ കനാലിൻ്റെ അകത്തോട്ടങ്ങ് പോകുന്നത്. ഇവർക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല. പെട്ടെന്നാണ് കറുത്ത നിറത്തിലുള്ള ഒരു ഭീകര രൂപം ഇവരുടെ ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. അലക്സ് ആണെങ്കിൽ വേഗം തന്നെ ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ എത്ര ഷൂട്ട് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശ്വാസം കിട്ടാതെ 2 പേരും പെടഞ്ഞു മരിക്കുന്നു. മരിക്കാന്ന് മാത്രമല്ല, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ആ സ്ത്രീയുടെ മൃതദേഹം കരയിലോട്ടങ്ങ് വലിച്ചെറിയുന്നു. ഇതേ സമയം എറിക്കാണെങ്കിൽ ആർമെൻ സ്ലേറ്ററിൻ്റെ മകളെക്കുറിച്ച് അറിയുന്നു. ആ മകളെ 10 വയസ്സിൽ ഇട്ടിട്ട് പോയതാണ് ആർമെൻ സ്ലേറ്റർ. പിന്നീട് കുറേ വർഷം അവളൊരു ഫോസ്റ്റർ ഹോമിലായിരുന്നു. എന്നാൽ തൻ്റെ അമ്മയുടെ മരണത്തോടുകൂടെ ആ മകൾ ഒറ്റക്കായി. പിന്നെ അവളൊന്നും നോക്കിയില്ല, അച്ഛനെ തേടാൻ ആരംഭിച്ചു. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആർമെൻ്റ് മരിച്ചു എന്നുള്ള വാർത്ത മകളങ്ങറിയുന്നത്. മരിച്ച ആർമെൻ്റിൻ്റെ പേരിലാണെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടി വർഷങ്ങൾക്കിപ്പുറം മകൾ ഈ സിറ്റിയിലെത്തി. എന്നാൽ തൻ്റെ അച്ഛനൊരു നിരപരാധിയാണ് ആ മകൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. സോ അവൾ പറഞ്ഞിട്ടാണ് DNA ചെക്ക് നടന്നതും എറിക്ക് പിടിച്ച ആർമെൻ സ്ലേറ്റർ നിരപരാധിയാണെന്ന് മനസ്സിലാവുന്നതും. അങ്ങനെ ആർമെൻ സ്ലേറ്ററിൻ്റെ മകളായ ഡെറാഗനെ എറിക്ക് കാണാൻ പോകുന്നു. അവളൊരു മ്യൂസിയത്തിൽ സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യണിപ്പോൾ. എറിക്കിനെ കണ്ടപ്പോൾ തന്നെ ഡെറാഗന് ഭ്രാന്ത് കയറുന്നു. അറിയാണ്ടാണെങ്കിലും തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി എറിക്കാണല്ലോ. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുന്നത് അവൾക്ക് അത്രയും വെറുപ്പായിരുന്നു. സോ ഒന്നും മിണ്ടാണ്ടങ്ങ് ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം പോലീസുകാരാണെങ്കിൽ വെള്ളത്തിൽ പോയ ലോയറിൻ്റെ കാറ് കണ്ടെത്തി. ഇതറിഞ്ഞ പാട് അങ്ങോട്ട് വീണ് എറിക്ക്. അപ്പോഴാണ് താര ആ ന്യൂസ് പേപ്പർ അങ്ങ് കാണുന്നത്. നേരത്തെ തലവേദന പരത്തുന്ന ഒരു ന്യൂസ് പേപ്പറിനെ കുറിച്ചും ജേർണലിസ്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവന്മാർ ആ DNA കേസ് നല്ല വെണ്ടയ്ക്ക വലുപ്പത്തിൽ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനി അറിയാൻ ആരും ബാക്കിയില്ല. അങ്ങനെ താര കേസിനെ കുറിച്ച് പറയുന്നു. അവളുടെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇതൊരു റോബറി ശ്രമമാണ്. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് അറ്റാക്കർ വരുന്നു, റോബറിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കൂടെയുള്ള സ്ത്രീനെ കൊല്ലുന്നു, ലോയർ ഗണ്ണെടുക്കുന്നു, അറ്റാക്കറിനെതിരെ പൊട്ടിക്കുന്നു. എന്നാൽ ആ കള്ളന്മാർ ലോയറിനെയും തീർത്ത് വണ്ടി കൊടുക്കനെ വെള്ളത്തിലോട്ടിടുന്നു. ഇതാണ് താരയുടെ തിയറി. എന്നാൽ എറിക്ക് ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. ലോയർ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റോഡ് ഒരു 1 വേ റോഡാണ്. സോ ആ വണ്ടി ഉറപ്പായിട്ടും കനാലിനെ ഫേസ് ചെയ്തിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ഡ്രൈവറിൻ്റെ സൈഡിലാണ് ബുള്ളറ്റ് ഹോൾസ് ഉള്ളത്. പക്ഷേ ഈ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് വലിയൊരു തടസ്സമുണ്ട്. അതിൻ്റെ ഇടയിൽ നിൽക്കാനായിട്ടൊരു ഗ്യാപ്പ് പോലും ഇല്ല. അതായത് ലോയർ ആണേലും ശരി, ആ സ്ത്രീ ആണേലും ശരി, പാസഞ്ചർ സൈഡിലൂടെയാണ് കാറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവുക. വിച്ച് മീൻസ് റോബേഴ്സ് അറ്റാക്കിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പാസഞ്ചർ സൈഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റ് ഹോൾസ് ഉണ്ടാവുക പാസഞ്ചറിൻ്റെ സൈഡിലല്ലേ, അല്ലാണ്ട് ഡ്രൈവറിൻ്റെ സൈഡിലല്ലല്ലോ. ഇത് കേട്ടേക്ക് താരക്ക് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ കേസ് അന്വേഷണം തെറ്റായ ദിശയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. താര വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ബുള്ളറ്റ് കിട്ടിയിരുന്നു. അതേപോലെ ഏത് ഗണ്ണാണ് ലോയർ യൂസ് ചെയ്യുന്നത് ആൻഡ് എത്ര തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ബുള്ളറ്റൊന്നും കിട്ടിയിട്ടില്ല. ബെറാറ്റ എന്ന് പറയുന്ന ഗണ്ണാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നത് ആൻഡ് 10 തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. താനൊരു കാര്യം ചെയ്യും, ഒരു മാഗ്നറ്റ് കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ സെർച്ച് ചെയ്യേ. വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ബെറാറ്റ കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഫോഴ്സ് ഉണ്ടായിരിക്കില്ല. പിന്നെ പോരാത്തതിന് ഗ്ലാസിൻ്റെ മുകളിലൂടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ബുള്ളറ്റ് എന്തായാലും കാറ് കടന്നിരുന്ന സ്ഥലത്തിൻ്റെ 1 മീറ്ററിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ
ബുള്ളറ്റ് കുറവുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, ലോയർ വെച്ച ബുള്ളറ്റ് കില്ലറുടെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടാവും. വിച്ച് മീൻസ് അയാൾ ഇഞ്ചുവേർഡ് ആണ്. ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിനെയും CCTV എടുത്താൽ ചിലപ്പോൾ അയാളെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കേട്ടേക്ക് താരയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത്രയും നേരം തൻ്റെ കേസിൽ എറിക്ക് ഇടപെടുന്നത് അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്ലറയിൽ നിന്ന് കിട്ടിയ ഫ്ലവേഴ്സിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വരുന്നത്. അതിനകത്ത് അങ്ങനെ ഫിംഗർ പ്രിൻ്റ് ഒന്നുമില്ല. എന്നാൽ ആൻറ്റി ഫൗളിംഗ് എന്ന് പറയുന്ന ഒരു പെയിൻ്റ് ഉണ്ട്. ഈ പെയിൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കടലിൻ്റെ അടിയിലുള്ള പായലിൽ നിന്ന് ബോട്ടിനെയും കപ്പലിനെയും സംരക്ഷിക്കാനാണ് ഈ പെയിൻറ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പെയിൻറ്റിനകത്ത് ഒരു മാരക വിഷമുണ്ട്, ട്രിബോട്ടിൽറ്റിൻ എന്നാണ് അതിന് പറയുക. എന്നാൽ 2008 മുതൽ ഈ പെയിൻറ് ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും എറിക്കിന് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കൊലയാളി ഒരു ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആംസ്റ്റർഡാമിൽ തന്നെ അത്യാവശ്യം ഷിപ്പ്യാർഡ് ഉണ്ട്. എന്നാൽ നിരോധിച്ച പെയിന്റ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഷിപ്പ്യാർഡിൽ മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഭ്രാന്തൻ പ്രൊഫസർ താരയെ കാണാൻ വരുന്നത്. അയാൾക്ക് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ പ്രൊഫസർ ഒരു ഇമേജ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതും ഒരു മാരക രാക്ഷസന്റെ ഫോട്ടോ. ഇതാണ് ദി ബുള്ളബഗ്. ഡച്ചുകാരുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഫോക്ലോർ അനുസരിച്ച് ആംസ്റ്റർഡാമിലെ കനാല് വാഴുന്നൊരു മോൺസ്റ്റർ ഉണ്ട്. അതാണ് സാക്ഷാൽ ബുള്ളബഗ്. 30 വർഷം കൂടുമ്പോൾ മാത്രം കനാലിലേക്ക് തിരിച്ചു വരുന്ന ഒരു മാരക രാക്ഷസൻ. ഈ ബുള്ളബക്കിന്റെ പ്രധാന ഇരയാണ് മനുഷ്യർ. കനാലിന്റെ പൂട്ടിക്കിടക്കുന്ന പഴയ ഗേറ്റുകളുടെ അടുത്താണ് ഈ രാക്ഷസൻ പ്രധാനമായിട്ട് പ്രത്യക്ഷപ്പെടാറ്. പക്ഷെ ഇതെല്ലാം ഒരു മിത്ത് മാത്രമാണ്. പണ്ട് കാലത്ത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി കാർന്നോമാര് പറഞ്ഞൊരു കഥ. അത് മാത്രമാണ് ബുള്ളബഗ്. എന്തായാലും ഇതൊക്കെ കേട്ടേക്കാകെ ഭ്രാന്ത് കയറുകയാണ് താരക്ക്. കൊലപാതകത്തിന് സാക്ഷി പറയാനാണ് എന്ന വ്യാജേനയാണ് പ്രൊഫസർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഭ്രാന്ത് കയറാണ്ടിരിക്കും? ജോലികൾ അല്ലെങ്കിൽ തന്നെ കുറേയുണ്ട്. ഇയാളുടെ ഈ ഭ്രാന്തം കണ്ടുപിടുത്തം കാരണം ജോലി ചെയ്യുന്ന കോളേജിൽ നടക്കം പറഞ്ഞു വിട്ടു. അങ്ങനെ ഇതൊന്നും കേൾക്കാൻ സമയമില്ല എന്നും പറഞ്ഞ് താര പോകുന്നു. ഇതിന്റെ ഇടയിലാണ് ആന്റി ഫൗളിംഗ് പെയിന്റ് പണ്ട് ഉപയോഗിച്ചിരുന്ന ഷിപ്പ്യാർഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എറിക്കിന് കിട്ടുന്നത്. ആ ഷിപ്പ്യാർഡ് ഇപ്പം അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അങ്ങനെ എറിക്ക് നേരെ അങ്ങോട്ട് പോകുന്നു. ഇതേസമയം താര 30 വർഷം മുമ്പുള്ള കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജോസഫ് എന്ന് പറയുന്ന ഒരാളെ ശ്രദ്ധയിൽപ്പെടുന്നത്. മരിച്ച ആർമൻ സ്ലേറ്ററിന്റെ അടുത്ത കൂട്ടുകാരനാണ് ജോസഫ്. അയാളുടെ റെക്കോർഡ്സ് എല്ലാം ക്ലീനാണ്. എന്നാൽ ആർമൻ സ്ലേറ്ററിന്റെ സൂയിസൈഡിന് ശേഷം പുള്ളിക്കാരൻ അത്യാവശ്യം ക്രൈംസ് എല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഒരു 10 ദിവസം മുന്നേ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി 10 ബോട്ടിൽ ഫയർ ജെല്ലാണ് ജോസഫ് വാങ്ങിച്ചിട്ടുള്ളത്. തീയിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫയർ ജെൽ. അതും 10 ബോട്ടിലൊക്കെ വാങ്ങാന്ന് പറയുമ്പോൾ കാര്യമായിട്ട് എന്തോ കത്തിക്കാനുണ്ട്. അത് ചിലപ്പോൾ കപ്പിൾസിന്റെ ബോഡി ഓടുന്ന പെഡൽ ബോട്ടാണേലോ. സോ കൊലയാളി ജോസഫ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ജോസഫിനെ ലൊക്കേറ്റ് ചെയ്യുന്നു, അയാളെ പിടിക്കാൻ പോകുന്നു. ഇതേ സമയം പൂട്ടിക്കിടക്കുന്ന ആ പഴയ ഷിപ്പ്യാർഡിലോട്ട് എറിക്ക് വരുന്നു. ഒരു മുൻകരുതലിന് വേണ്ടി ഗണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അകത്ത് കയറുന്നു. അതാണെങ്കിൽ പൊടി പിടിച്ച് നാറിയിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നു. പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം. നോക്കുമ്പോൾ സാക്ഷാൽ താരയാണ്. നേരത്തെ പറഞ്ഞ ജോസഫിന്റെ അവസാന ലൊക്കേഷൻ ഈ ഷിപ്പ്യാർഡാണ്. അത് മാത്രമല്ല, താര മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ലോയർ വെച്ച 10 ബുള്ളറ്റും വെള്ളത്തിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് കില്ലറിന് പരിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഈ സമയത്താണ് സാക്ഷാൽ ജോസഫ് അങ്ങോട്ടെത്തുന്നത്. എത്താന്ന് മാത്രമല്ല, ഇവരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു. പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല, ബോട്ട് എടുക്കുന്നു, രക്ഷപ്പെടുന്നു. താരയാണേലോ ആ ബോട്ടിന്റെ മുകളിലോട്ട് ഒരൊറ്റച്ചാട്ടം. അങ്ങനെ ജോസഫ് അതൊന്നും നോക്കാണ്ട് താരേനെ കൊണ്ടാണ് പോകുന്നത്. ഈ ഒരു കറക്റ്റ് സമയത്താണ് ഷിപ്പ്യാർഡിലോട്ട് ബാക്കപ്പ് ടീം വരുന്നത്. പിന്നെ എറിക്ക് ഒന്നും നോക്കിയില്ല, അവരുടെ ബൈക്ക് എടുക്കുന്നു, പിന്നാലെ പോകുന്നു. ഇവിടെ ജോസഫ് ആണെങ്കിൽ മാക്സിമം താരേനെ വെള്ളത്തിലോട്ട് ഇടാനാണ് നോക്കുന്നത്. എന്നാൽ താര ഒരു വിധത്തിലാണ് പിടിച്ചു വെക്കുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരിത്തി ഗണ്ണെടുക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവളുടെ കഴുത്തിന് പിടിക്കുന്നു, വെള്ളത്തിലോട്ടിടുന്നു. എറിക്കാണേലോ ബൈക്ക് കളയുന്നു, ജെറ്റ്സ്കി എടുക്കുന്നു, പിന്നാലെ പോകുന്നു. ഈ സമയത്താണ് താരയുടെ അസിസ്റ്റന്റ് താരേനെ പിക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങനെ താര പറയാണ്, വേഗം ആ ജോസഫിനെ പിടിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് അസിസ്റ്റന്റ് മറ്റൊരു കാര്യം പറയുന്നത്. അയാളെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, അയാൾ ഇന്നസെന്റ് ആണ്. അയാളുടെ പക്കൽ അതിനുള്ള ആലിബൈ ഉണ്ട്. ഇത് കേട്ടേക്ക് താരയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇവിടെ ജോസഫ് എറിക്കും തമ്മിൽ ഗംഭീര ചേസാണ്. അങ്ങനെ ഒടുവിൽ ജോസഫിന്റെ ബോട്ടിന് തീ പിടിക്കുന്നു, ബോട്ടിന്റെ കൺട്രോൾ പോകുന്നു. പിന്നെ ജോസഫ് ഒന്നും നോക്കിയില്ല, തൊട്ടടുത്ത ബിൽഡിങ്ങിലോട്ട് അങ്ങ് കയറി പോവുകയാണ്. പിന്നാലെ സാക്ഷാൽ എറിക്കും. അങ്ങനെ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. എറിക് വൈസർ, ടൗണിലെ ഏറ്റവും ബുദ്ധിമാനായ പോലീസുകാരൻ. പക്ഷെ ആ പോലീസുകാരൻ പണ്ടത്തെ അതേ മിസ്റ്റേക്കുകളാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് എറിക്കിന്റെ കൺമുന്നിൽ വെച്ച് സ്വയം കത്തിയെരിയുന്നു. അതും മരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ചിരിയാണ് അങ്ങേരങ്ങ് ചിരിക്കുന്നത്. അതെല്ലാം കണ്ടാകെ ഞെട്ടിത്തരിച്ചില്ലാണ്ടായിട്ടാണ് എറിക്ക് നിൽക്കുന്നത്. അങ്ങനെ കത്തിയെരിഞ്ഞ ജോസഫിന്റെ ബോഡി ആ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് നേരെ താഴോട്ട് പോകുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എറിക്കിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഫ് അവനെ കാണാൻ വരുന്നത്. എന്റെ പൊന്നെറിക്ക്, നിനക്കൊല്ല പ്രാന്തുണ്ടാ? ആ ജോസഫ് ആർമനിന്റെ കല്ലറയിൽ വന്നു എന്നും കരുതി അവനാവോ കൊലയാളി?
അവരാണെങ്കിൽ പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു, അതുകൊണ്ടാകാം അയാൾ ഫ്ലവേഴ്സും കൊണ്ടുവന്നത്. ആയിക്കോട്ടെ, പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ സസ്പീഷ്യസ് ആയിട്ട് പലതും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സ്വയം കത്തിക്കാന്നൊക്കെ പറയുമ്പോൾ എറിക്കെ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ അയാളുടെ ഫയൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ആർമന്റ് കൊല്ലപ്പെട്ടതിന് ശേഷം അവൻ മെന്റലി അൺസ്റ്റേബിൾ ആണ്. ചുരുക്കി പറഞ്ഞ പ്രാന്ത്. പിന്നെ പോരാത്തിന് പുള്ളിക്കാരൻ ജയിലിലായിരുന്നു, ഇപ്പൊ പരോളിൽ ഇറങ്ങിയതാ. അവനെയാണ് നീയൊക്കെ കൂടെ. ഇനി ഈ കേസ് മേളിലോട്ടാണ് പോകാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇതെല്ലാം കേട്ടിട്ടാകെ മൂഡ് പോയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ കനാൽ അടച്ചിടും. ലോക്കൽസിന് മാത്രമേ കനാലിൽ പ്രവേശിക്കാൻ പെർമിഷനുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താര എറിക്കിനെ കാണാൻ വരുന്നത്. താരയാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഈ കേസിൽ നിന്ന് അവളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അതും പണിഷ്മെന്റ് ആയിട്ട്. പിന്നെ പോരാത്തതിന് കേസ് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് CIA പോലെയുള്ള ഹൈലി അഡ്വാൻസ്ഡ് ടീമിനെയാണ്. അവരേൽപ്പിക്കാന്ന് മാത്രമല്ല, അവരുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാനാ താരക്ക് കിട്ടിയിട്ടുള്ള പുതിയ ഓർഡർ. അല്ലെറിക്കെ, തനിക്ക് ഉറപ്പുണ്ടോ ഇതെല്ലാം ചെയ്യുന്നത് ഒരു ഡൈവറാന്ന്? അറിയില്ല, ഒരു മനുഷ്യനായിട്ട് എന്തായാലും എന്നെ കൊണ്ട് കണക്കാക്കാൻ സാധിക്കില്ല. തൽക്കാലം ഒരു അൺഐഡന്റിഫൈഡ് സബ്മർജഡ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ രാത്രിയായി. കേസെടുത്തിട്ടുള്ള ഏജൻസി എത്തി. ഇവരുടെ കയ്യിലാണെങ്കിൽ മാരക ടെക്നോളജിയാണ്. അത് മാത്രമല്ല, കനാലിനകത്ത് അവർ പെട്രോളിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു. അതൊന്നും പോരാണ്ട് ഒരു ചോപ്പർ ഉണ്ട് മേളിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവരുടെ ചീഫ്. കരയിലുള്ള ഒരു വണ്ടിയിലിരുന്നിട്ടാണ് ഇതെല്ലാം വാച്ച് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഒരു ഡ്രോൺ നിക്ഷേപിക്കുന്നു. അത്യാവശ്യം വലുപ്പമുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ വലുപ്പമുള്ള എന്തേലും ഒരു സാധനം കണ്ട ഈ ഡ്രോൺ അങ്ങ് അലാം അടിക്കാൻ തുടങ്ങും. അത്രയും വലിയ മാരക ടെക്നോളജിയാണ് ഇവരുടെ കയ്യിലുള്ളത്. അങ്ങനെ ഡ്രോൺ പെട്ടെന്ന് അലാം അടിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോണ്ട് വല്ലാത്തൊരു കറുത്ത രൂപം. പെട്ടെന്നാണ് ആ രൂപം ക്യാമറക്ക് ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. വരാന്ന് മാത്രമല്ല, ആ ഡ്രോൺ അങ്ങ് നശിപ്പിക്കുന്നു. ഈ രൂപത്തിന്റെ മുഖം കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ് എല്ലാവരും. മനുഷ്യനാണോ രാക്ഷസനാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഏകദേശം പ്രൊഫസർ കാണിച്ചു കൊടുത്ത അതേ ബുള്ളബക്കിന്റെ രൂപം. ഈ സമയത്താണ് പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാര് എന്തോ ഒന്ന് സ്പീഡിൽ വരുന്നതായിട്ട് കാണുന്നത്. പിന്നെ അവരൊന്നും നോക്കിയില്ല, ഗ്രനേഡ് യൂസ് ചെയ്യുന്നു, ചറപറാന്ന് പൊട്ടിക്കുന്നു. എന്നാൽ ഒരു കാര്യമില്ല, അവരുടെ ബോട്ടങ്ങ് മറിച്ചിടുകയാണ്. വെള്ളത്തിനകത്തുള്ള പോലീസുകാരാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള പോലീസുകാരെത്തുന്നു, അവരെ രക്ഷിക്കുന്നു. എന്നാൽ ഈ സമയത്താണ് അവരുടെ ടാർഗറ്റ് പൂട്ടിക്കിടക്കുന്ന പഴയ ഗേറ്റിനകത്തോട്ട് പോകുന്നത്. ഇത് കണ്ടേക്ക് 2 ബോട്ട് പോലീസുകാർ അങ്ങോട്ടെത്തി. ടാർഗറ്റ് ആണെങ്കിൽ അവരുടെ തൊട്ടടിയിലാണ്. സോ ഇവർ വേഗം തന്നെ ഗണ്ണങ്ങ് റെഡിയാക്കുന്നു. പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ്റെ നെഞ്ചത്തോട്ട് കത്തി കയറുന്നത്. ഇത് കണ്ടേക്ക് വേഗം തന്നെ 2 പോലീസുകാർ വെള്ളത്തിലോട്ട് ചാടുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ അടിയിൽ എത്ര സെർച്ച് ചെയ്തിട്ടും ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അതേ കറുത്ത രൂപം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരുത്തിനെ അങ്ങ് തീർക്കുന്നത്. ഇത് കണ്ടേക്ക് മറ്റവരാണെങ്കിൽ വേഗം തന്നെ ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അങ്ങേരുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. അതോടുകൂടെ ബുള്ളറ്റ് എല്ലാം കയറുന്നത് മേളിലിരിക്കുന്ന ബോട്ടിലോട്ടാണ്. സോ വലിയൊരു ബ്ലാസ്റ്റാണ് അവിടെ അരങ്ങേറുന്നത്. ഇതെല്ലാം കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ താര ഈ ലൊക്കേഷൻ വേഗം തന്നെ എറിക്കിന് അയച്ചു കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അങ്ങേര് നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഈ പഴയ ഗേറ്റിൻ്റെ അടുത്തോട്ട് എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അവർക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തൂല്ല. 4 പേരാണ് മരിച്ചിരിക്കുന്നത്, ഒരാൾക്ക് സീരിയസ് ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പേടിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതുമാത്രമല്ല, അവിടെയുള്ള സ്വീവർ പൈപ്പിലൂടെ ആ രൂപം പോകുന്നത് കണ്ടു എന്നാണ് പോലീസുകാർ പറയുന്നത്. ഇത് കേട്ടേക്ക് വേഗം തന്നെ ആ സ്വീവർ പൈപ്പ് എവിടെയാണോ അവസാനിക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് താരയും എറിക്കും കൂടെ. അതും ബാക്കിയുള്ള പോലീസുകാർ അറിയാണ്ട്. അങ്ങനെ താര ചോദിക്കുകയാണ്, അല്ലെറിക്കെ, കില്ലർ ആ പൈപ്പിലൂടെ പോകുന്ന എന്തത്ര ഉറപ്പ്? 30 വർഷമായി ഞാൻ ഈ നാട്ടിലോട്ട് വന്നിട്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, ആ സ്വീവർ പൈപ്പ് ഈ നാട്ടിൽ നിന്നുള്ളൊരു എക്സിറ്റാണ്. സോ മിക്കവാറും ആ രൂപം അല്ലെങ്കിൽ ആ കില്ലർ അതിനകത്ത് തന്നെയുണ്ടാവും. അങ്ങനെ ആ പൈപ്പിൻ്റെ അടുത്തെത്തുന്നു, അകത്തോട്ട് പോകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് വല്ലാത്തൊരു കാഴ്ച കാണുന്നത്. ഈ പൈപ്പിന് ഇന്നേ വരെ ഇല്ലാത്ത ഒരു പുതിയ പാസേജ്. പിന്നെ അവരൊന്നും നോക്കിയില്ല, അകത്തോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ സഞ്ചി പോലെയുള്ള എന്തോ ഒന്ന് തൂങ്ങിക്കിടപ്പുണ്ട്. അത് 3 എണ്ണം. ഇതെന്താണ് സാധനം എന്ന് നോക്കാൻ നിൽക്കുമ്പോഴാണ് ആ കറുത്ത രൂപം ഇവരെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. പെട്ടെന്നാണ് താര ഗണ്ണെടുക്കുന്നതും അങ്ങ് പൊട്ടിക്കുന്നതും. അതാണെങ്കിൽ കറക്റ്റായിട്ട് ആ കില്ലറിൻ്റെ നെഞ്ചത്തോട്ടും കൊള്ളുന്നു. വെടികൊണ്ടേക്ക് കില്ലറാണെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് പോവുകയാണ്. ഇവരാണേലോ പേടിച്ചില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, നെഞ്ചത്തോട്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ ബുള്ളറ്റ് വേസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ആ വേസ്റ്റായ ബുള്ളറ്റ് എല്ലാം കൊണ്ടിരിക്കുന്നത് സ്വീവർ പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച ഗ്യാസിലേക്കായിരുന്നു. സോ ഒരു ഗംഭീര എക്സ്പ്ലോഷനാണ് അതിനകത്ത് നടക്കുന്നത്. ഇത് കണ്ടേക്ക് ഇവർ വേഗം തന്നെ പുറത്തേക്ക് കടക്കുന്നു. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ പുറത്തേക്കെത്തി നോക്കുമ്പോണ്ട് അതേ കറുത്ത രൂപം ഇവരുടെ വെടിയും കൊണ്ട് മരിച്ചു കിടക്കുന്നു. അങ്ങനെ രൂപത്തിൻ്റെ അടുത്തോട്ട് പോകുന്നു. ആ കറുത്ത രൂപം ഒരു കോസ്റ്റ്യൂമാണ്. അതിൻ്റെ മാസ്ക് ഊരി നോക്കുമ്പോണ്ട് സാക്ഷാൽ ഡെറേഗൺ, അതായത് ആർമൻ സ്ലൈറ്ററിൻ്റെ മകൾ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്.
ഇവരിപ്പോൾ കാണുന്ന ഈ കറുത്ത കോസ്റ്റ്യൂമും അതേപോലെ പൈപ്പിനകത്ത് വെച്ച് കണ്ട കോസ്റ്റ്യൂമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ടെക്സ്ചർ ആയാലും ശരി, മുഖത്തിലായാലും ശരി, കറക്റ്റ് ഒരു സ്കിന്ന് പോലെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴത്തെ വെപ്രാളത്തിൽ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കില്ലറിനെ കിട്ടി. ഡറാഗൺ അച്ഛൻ്റെ സൂയിസൈഡിന് ഒരു മകള് ചെയ്യുന്ന പ്രതികാരം, അങ്ങനെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. അങ്ങനെ ആ കേസ് ക്ലോസ് ചെയ്തു. ആംസ്റ്റർഡാം ഇപ്പോൾ വളരെയധികം സമാധാനത്തിലാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ താര എറിക്കിനെ കാണാൻ വരുന്നു. എന്തായി താര, നിങ്ങൾ ആ സ്വീവർ പൈപ്പ് എക്സാമിൻ ചെയ്തിരുന്നോ? നമ്മൾ കണ്ട ആ സഞ്ചി എന്തായിരുന്നു? അറിയില്ല. അതെന്താന്ന് കണ്ടെത്താൻ ഇനി പോകുന്നുമില്ല. കാരണം ഇപ്പം നടന്ന ഈ കെയോസ് എല്ലാവരും മറക്കാൻ വേണ്ടി ഗവൺമെൻറ് ആ സ്വീവർ പൈപ്പ് മൂടാൻ പോവുകയാണ്. സോ ഇനി എക്സാമിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇത് കേട്ടേക്ക് എറിക്കാണെങ്കിൽ ആകെ മൂഡ് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങേർക്ക് എവിടെയൊക്കെ ഒരു തോന്നലുണ്ട് ഇതിപ്പോഴും അവസാനിച്ചിട്ടില്ലാന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. കനാലിനകത്തൊരു ഗംഭീര പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. അതും ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. കൂടെ താരയും അവളുടെ സിസ്റ്ററും ഉണ്ട് കേട്ടാ. അങ്ങനെ എല്ലാവരും കൂടെ ചാടാൻ നിൽക്കുമ്പോഴാണ് താര ആ ഭ്രാന്തൻ പ്രൊഫസറെ പിന്നെയും കാണുന്നത്. ജസ്റ്റ് ഒരു സെക്കൻഡാണ് കാണുന്നത്, പിന്നെ കാണുന്നില്ല. അത് കണ്ടേക്ക് താരക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു ഡൗട്ട്. കാരണം ആ പ്രൊഫസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബുള്ളബക്ക് എന്ന് പറയുന്ന മോൺസ്റ്റർ പൂട്ടിക്കിടക്കുന്ന പഴയ ഗേറ്റിലാണ് പ്രത്യക്ഷപ്പെടുകയെന്ന്. ആ ഒരു പഴയ ഗേറ്റിലാണ് ആ സ്വീവർ പൈപ്പ് ഉണ്ടായിരുന്നതും. അത് മാത്രമല്ല, ആദ്യം കണ്ട കോസ്റ്റ്യൂമല്ല രണ്ടാമത് കണ്ട്. പിന്നെ പോരാത്തതിന് നടന്നിട്ടുള്ള എല്ലാ കൊലയും ഒരു അമാനുഷിക രീതിയിലാണ്. ബോട്ട് വലിച്ചുകൊണ്ട് പോവുക, ഡെഡ് ബോഡി വെള്ളത്തിൽ നിന്ന് വലിച്ചെറിയുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ പണ്ട് ആർമൻ സ്ലേറ്ററിനെ കുടുക്കിയതുപോലെ 30 വർഷങ്ങൾക്കിപ്പുറം ഡെറാഗനെ കുടുക്കിയതാണേലോ. ഡെറാഗൻ മരിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് തന്നെ. അതിലൂടെ ബുള്ളബക്കിന് കിട്ടാൻ പോകുന്നത് ഇഷ്ടം പോലെ ഇരകളെയാണ്. കനാൽ അത്രയും സേഫാന്ന് കാണിക്കാൻ വേണ്ടി ബുള്ളബക്ക് നടത്തിയ ഒരു എൻറ്റയർ പ്ലാൻ. ഇനി ഒറ്റയടിക്ക് എന്തിനാണ് ഇത്രയും അധികം ഇര എന്നറിയണ്ടേ? താരയും ടീംസും ചാടാൻ നിൽക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ബബിൾസ് വരുന്നത്. അതും 4 പ്രാവശ്യമായിട്ട്, അതും ഒരുമിച്ചാണ് വരുന്നത്. വിച്ച് മീൻസ് ആ സ്വീവർ പൈപ്പിനകത്ത് വെച്ച് കണ്ട സഞ്ചികൾ വേറൊരു സഞ്ചിയല്ല, ബുള്ളബക്കിൻ്റെ മുട്ടകളായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ എന്തിനാണ് ഇത്രയും അധികം ഇര എന്നുള്ളത്? അങ്ങനെ എല്ലാവരും കൂടെ മരണത്തിലേക്ക് ചാടാൻ നിൽക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ സിനിമ അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പുതിയ പാർട്ട് അവർ കൺഫേം ആക്കിയിട്ടൊന്നുമില്ല, പക്ഷെ മിക്കവാറും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ടിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ബൈ.